നീറ്റ് 2025 ഉന്നത വിജയം കരസ്ഥമാക്കിയ അശ്വന്ത് ബാബു ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ മോനെ, എങ്ങനെ ഈ വിക്ടറി ഡേ നോക്കി കാണുന്നു? സന്തോഷമുണ്ട്. ഇങ്ങനെ ഞാൻ ഇവിടെ ചേർന്ന പാടും വിക്ടറി ഡേക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനെ റാങ്ക് കിട്ടിയോണ്ട് സന്തോഷമുണ്ട്. ഇത്ര നല്ല റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ സെറ്റപ്പ് എല്ലാം നല്ല രസമുണ്ട് കാണാനും. കുറേ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പരിപാടിയാണ്. ഇത് മോന്റെ വലിയൊരു സ്വപ്നമായിരുന്നോ? ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വപ്നമായിരുന്നോ ഡോക്ടർ ആകണം എന്നുള്ളത്? അല്ല, ചെറുപ്പം മുതലേന്ന് വെച്ചാല് ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ പ്ലസ് വണ്ണെന്നാണ് ഇങ്ങനെ ഒരു ഡോക്ടർ MBBS എന്നുള്ള ഇത് വരുന്നത്. അപ്പോൾ ഒരു +1 +2 കാലത്ത് വന്നതാണ്. അല്ല, ചെറുപ്പം മുതലേ ഒന്നുമില്ല. ബ്രില്യന്റിന്റെ ഏത് സെന്ററിലായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ പാല A ബ്ലോക്കിൽ റിപ്പീറ്റേഴ്സിലാണ്, P1-ലാണ്. ക്ലാസ് ടീച്ചർ സുബിൻ സാറാണ്. സാറ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഫസ്റ്റ് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് അടുത്ത് വന്നിട്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നൊക്കെ പറയും. പിന്നെ സാറ് എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിരുന്നു. പഠിക്കുന്നത് എല്ലാണ്ടും നല്ലൊരു വൈബായിരുന്നു. ഒരു ചേട്ടനെ പോലെ തന്നെയായിരുന്നു സാറ്. അങ്ങനെ ഒരു ബന്ധമല്ലേ, നമ്മളൊരു സാറിനായിരുന്നു. എൻ്റെ വാർഡനും സാറിനായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സാറിനോടും മാഡത്തിനോടും ചോദിക്കാം, എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു ജേണി പാലാ ബ്രില്യൻറ്റിൽ ഇവിടെ ഹോസ്റ്റലിലാക്കി പോയതിന് ശേഷവും അവൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാവോ? നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലാസ് ടീച്ചറെല്ലാം നല്ല സഹകരണമായിരുന്നു. എൻ്റെ ആവശ്യത്തിന് അവർ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ചും കൂടെ എളുപ്പമായി കാര്യങ്ങളൊക്കെ. ബ്രില്യൻ്റ് കുടുംബത്തോട് ഒരു നന്ദിയുണ്ട്, നന്നായിട്ട് സഹായിച്ചു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഇവന് ഇവിടെ കൊണ്ടാക്കുമ്പോൾ ഒരാഴ്ച നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫ്രീ ആയിരുന്നു. റൂംമേറ്റ് ആയാലും ക്ലാസ് കുട്ടികളെല്ലാവരും നല്ല, പിന്നെ സാറുമാരും എല്ലാവരും നല്ലോണം അത് തന്നെ. ഇവൻ പിന്നെ ഹാർഡ് വർക്ക് ചെയ്തു. അശ്വന്തിന്റെ മെൻറ്റർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ മെൻറ്ററോട് നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയുണ്ട് അശ്വന്തിന്റെ ആ ഒരു ജേണി? അശ്വന്ത് ക്ലാസ്സിലാണെങ്കിലും കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്ത് പോയിരുന്നത്. എല്ലാ എക്സാംസിനും നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം അവന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവൻ കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. കറക്റ്റായിട്ട് കറക്ഷൻസും എല്ലാം നോക്കി ക്വസ്റ്റ്യൻസും എല്ലാം ധാരാളമായിട്ട് ചെയ്ത് പഠിച്ചാണ് അവൻ പോയിരുന്നത്. എല്ലാ എക്സാംസും എല്ലാ റെഗുലറായിട്ട് ക്ലാസ്സിലും വന്ന് എല്ലാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോവുമായിരുന്നു. നല്ലൊരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. അശ്വിന്റെ, നമ്മുടെ ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നല്ലോ, ആ മോഡൽ എക്സാംസ് എത്രമാത്രം ഫലപ്രദമായിരുന്നു? മോഡൽ എക്സാമിന് ഇപ്പോൾ കുറേ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ജനുവരി ലാസ്റ്റ് മുതൽ എക്സാമിൻ്റെ തലേ ദിവസം വരെ നമുക്ക് നീറ്റിൻ്റെ തലേ ദിവസം വരെ. അപ്പോൾ നീറ്റ് എക്സാം എഴുതുന്നത് നമ്മൾ ഈ ബ്രില്യൻറ്റിൻ്റെ എക്സാം പോലെ തന്നെ ഒരു കൂളായിട്ടാണ് എഴുതുന്നത്. പിന്നെ ഈ മോഡൽ എക്സാം നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യനാണ്, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും മോഡൽ എക്സാം എഴുതിയിട്ട് 3 മണിക്കൂർ സാധാ നീറ്റ് എക്സാം പോലെ തന്നെയായിരുന്നു. അപ്പോൾ എക്സാം നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലേണിംഗ് ആപ്പ് ആണെങ്കിലും ബ്രില്യൻ പാല ക്ലാസ്സസ് ആപ്പ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് കുറേയേറെ കസ്റ്റമൈസ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ലെവൽ 1 മുതൽ ലെവൽ 4 വരെയുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ ബയോളജി നോക്കാറുണ്ടായിരുന്നു, ലെവൽ 4 വരെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി അത്യാവശ്യം നോക്കാറുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. ലേണിങ്ങിന് നല്ല ഒരു ആപ്പ് തന്നെയാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പുതിയതായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അവർ ആഡ് ചെയ്യും. അപ്പൊ ഈ കറക്ഷൻ ഒക്കെ എന്നും എഴുതാറുണ്ടായിരുന്നോ? തെറ്റിപ്പോയതൊക്കെ കറക്ഷൻ നോട്ട് എഴുതി അങ്ങനെയായിരുന്നോ നെഗറ്റീവ്സ് ഒക്കെ കുറച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഫിസിക്സ് എനിക്ക് വേറെ തന്നെ ഒരു കറക്ഷൻ ബുക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ മാത്രം എഴുതുക. പിന്നെ ബയോളജി ഞാൻ NCERT സൈഡിലാണ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു പോയിന്റ് ഹിൻഡ് മാത്രം ഞാൻ എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ പോലെ എഴുതല്ല, ഒരു ഹിൻഡ് പോലെ. ബയോളജി കെമിസ്ട്രി അങ്ങനെ തന്നെയാണ്. ചില ഡിസ്ക്രിപ്റ്റീവ് പോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എഴുതാം. നല്ല നല്ല ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെക്കും. വേറെ എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ NCERT അകത്ത് ഹിൻഡ് എഴുതി വെക്കാം. ഹോസ്റ്റൽ എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നോ? ബ്രില്യന്റിലെ ഹോസ്റ്റലും ഫുഡും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായിരുന്നോ? ഹോസ്റ്റല് എൻ്റെ റൂമിൽ 2 ആൾക്കാരുണ്ടായി. പിന്നെ
വാർഡന്മാരായാലും നല്ല ഫ്രണ്ട്ലിയാണ്. സാറുമാർ എപ്പോഴും വന്ന് ചോദിക്കും എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടോ, അങ്ങനെ സുഖവിവരം ചോദിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് പനി വന്നാലും സുബിൻ സാറല്ലാന്ന് എൻ്റെ വാർഡ്. അപ്പോൾ സാറിനെയാണ് ഹോസ്പിറ്റലിലും കൊണ്ടുപോകാറ്. വിഷ്ണു സാറും നിഖിൽ സാറൊക്കെ ഡെയിലി വന്ന് നോക്കും. വിഷ്ണു സാറും അങ്ങനെ തന്നെ നല്ല സപ്പോർട്ടീവായിരുന്നു. പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. അങ്ങനെ തന്നെ അവസാനം ഫിസിക്സ് പോലെ തന്നെയായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടുള്ള മോന്റെ റിയാക്ഷൻ എന്തായിരുന്നു? എക്സാം പെട്ടെന്ന് ടഫായപ്പോൾ വിചാരിച്ചിട്ടില്ല, എക്സാം ഇങ്ങനെ ടഫാന്ന് വിചാരിച്ചില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ ആയി. ഫിസിക്സ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നോ അന്ന്? ഇല്ല എല്ലാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ ഒന്നും അറിയുന്നില്ല, എങ്ങനെയാ ചെയ്യാൻ കിട്ടില്ല. ചിലത് ചെയ്തിട്ട് ഒരു ടെൻഷനായിട്ട് ഞാൻ വേറെ ആൻസർ കിട്ടൂല അങ്ങനെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ആൻസറിൽ കറക്റ്റ് തന്നെയായിരുന്നു, ഞാൻ കർപ്പിച്ചിട്ടില്ല എന്നത്. ഫിസിക്സ് ടഫ് തന്നെയായിരുന്നു. ബ്രില്യൻറ്റിന്റെ ഒരു ജേണിയിൽ മൊത്തമായിട്ട് ഇനി വരുന്ന ഒരു തലമുറയോട്, മീൻസ് റിപ്പീറ്റേഴ്സ് ഉണ്ട്, അവരോട് എന്താണ് മോന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒരു ടിപ്പ് പഠിക്കുന്ന കാര്യത്തിൽ. ഡെയിലി കവറപ്പ് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് മോഡൽ എക്സാംസിൻ്റെ സമയത്ത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ സാറുമാർ ബ്രില്യൻറ്റ് പറയുന്ന പോലെ തന്നെ ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും, നല്ല റാങ്ക് കിട്ടും. വേറെ ഇവർക്ക് ബ്രില്യൻറ്റുകാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞിരുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി പഠിക്കുക, അത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാം, ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യാം, വീക്കിലി എക്സാംസ് ഒക്കെ മിസ്സാക്കാണ്ട് എഴുതുക. അന്നേരം തന്നെ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ബ്രില്യൻ ജേണിയിൽ മോനെ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ പറ്റി. ഇനി എന്താണ് സ്വപ്നം? ജിപ്മർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എയിംസ് നോക്കണം. ആദ്യം അത് കഴിഞ്ഞിട്ടില്ല, PG ഒക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മെല്ലെ തീരുമാനിക്കാന്ന് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മളോടൊപ്പം ഒരു വലിയൊരു റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ കൂടെ നിന്ന അശ്വന്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ് ഓൾസോ. Brilliant Study Center, India's #1 coaching center for NEET and JEE.